ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് എ മോസ്റ്റ് റിയാക്റ്റീവ്? ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽസ് അയൺ, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, ഈ 4 മെറ്റൽസിൽ ആരാണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞിരിക്കണം. മെറ്റൽസിൽ ആരാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞത് ആരൊക്കെയാണ് എന്ന ആ ഒരു സീരീസ് ടേബിൾ നമ്മൾ പഠിച്ചാലേ നമുക്കിത് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, അത് നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ കുറച്ച് മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ റിയാക്റ്റീവ് സീരീസ് ആണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, പൊട്ടാഷ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ്. ഈ ഓർഡറിന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ഏറ്റവും റിയാക്റ്റീവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, ഇവരെല്ലാവരും മുകളിലോട്ടുള്ളവരെല്ലാവരും എന്താണ്, മോസ്റ്റ് റിയാക്റ്റീവ് ആണ്. താഴോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, റിയാക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സീരീസിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളാരാണ്? പൊട്ടാഷ്യമാണ്. അത് പൊട്ടാസ്യമാണ്. ഓക്കെ, അപ്പം ഇതിൽ ഓപ്ഷനിൽ നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യനിൽ ഓപ്ഷനിലുള്ളത് ആരൊക്കെയായിരുന്നു? നോക്കിയേ, അയൺ ഉണ്ട്, സിങ്ക്, നോക്കിയേ, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ, അതുപോലെ മഗ്നീഷ്യം. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തേക്കുന്നതിൽ ആരാണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത്? ആരാണ് ഏറ്റവും മുകളിലുള്ളത്? മഗ്നീഷ്യം അല്ലേ? അപ്പം ആൻസർ എന്താണ്? മഗ്നീഷ്യമാണ് എന്തെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ പൊട്ടാഷ്യം ഉണ്ടായിരുന്നെങ്കിലോ, പൊട്ടാസ്യം ആയിരുന്നെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്ഷനിൽ പൊട്ടാസ്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തേക്കുന്നതിൽ ആരാണ് ഏറ്റവും റിയാക്റ്റീവ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ടേബിൾ കറക്റ്റ് പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടെറിഷറി കൺസ്യൂമേഴ്സ് മേക്ക് അപ്പ് ദ ഡാഷ് ട്രോഫിക് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ടെറിഷറി കൺസ്യൂമേഴ്സ് ഏത് ട്രോഫിക് ലെവലിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4th, 1st, 3rd, 2nd ഏതാണ്? നോക്കിയേ, ആദ്യം വരുന്നത് ആരാണ്? ആദ്യം വരുന്ന പ്രൊഡ്യൂസേഴ്സാണ്. നിങ്ങൾക്കറിയാം, പ്ലാന്റ്സ് എല്ലാം വരുന്ന പ്രൊഡ്യൂസേഴ്സ്. കാരണം അവരെന്ത് ചെയ്യും, ലൈറ്റ് അബ്സോർബ് ചെയ്ത് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് പ്രൊഡ്യൂസേഴ്സ്. ഇനി പ്രൊഡ്യൂസേഴ്സിനെ ഫുഡായിട്ട് എടുക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫുഡായിട്ട് എടുക്കുന്നവർ ആരാണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അതുപോലെ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇനി ഇവരെല്ലാവരെയും കൂടെ ഫുഡാക്കി എടുക്കുന്ന ആളുണ്ട്. ആരാണ്? ടെറിഷറി കൺസ്യൂമേഴ്സ്. അപ്പോൾ ആ ഒരു ഓർഡർ നോക്കിയാൽ ഇത് 1, 2, 3, 4. അപ്പോൾ എത്രാമത്തെ ട്രോഫിക് ലെവലാണ് ടെറിഷറി കൺസ്യൂമേഴ്സ് വരുന്നത്? ടെറിഷറി കൺസ്യൂമേഴ്സ് വരുന്നത് 4ാമത്തെ ട്രോഫിക് ലെവലാണ്. ഫസ്റ്റ് ആണെങ്കിൽ ആരാണ്? പ്രൊഡ്യൂസേഴ്സ്. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ്. 3rd ട്രോഫിക് ലെവലിൽ വരുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ആൻഡ് 4th ട്രോഫിക് ലെവലിൽ വരുന്നത് ആരാണ്? ടെറിഷറി കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 4th ട്രോഫിക് ലെവലിലാണ് ടെറിഷറി കൺസ്യൂമേഴ്സ് വരുന്നതെന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്? വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? നോക്കിയേ, ഇത് y ആക്സസ്, ഇത് x ആക്സസ്, ഇത് y ആക്സസ്, ഇത് x ആക്സസ്. അങ്ങനെയാണെങ്കിൽ ഇത് y ആക്സസിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? വെലോസിറ്റി എഴുതുന്നത്. ഇനി x ആക്സസിൽ ടൈമും എഴുതുവാണ്, വരയ്ക്കുവാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ലോപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ? എപ്പോഴും സ്ലോപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? y ആക്സിസിലെ ചേഞ്ച്
ഇൻ വൈ ആക്സിസിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസിലെ ചേഞ്ച് അല്ലേ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ വൈ ആക്സിസിലെ ചേഞ്ച് എന്ന് പറയുന്നത് വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലേ, വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എഴുതാം. അതേപോലെ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ആരാണ്? ടൈം. അപ്പോൾ ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലേ. അപ്പം ടൈമിന് അനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ആവുന്ന, അല്ലെങ്കിൽ dv/dt എന്ന് പറയുന്നത് എന്താണ്? ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ആരെയായിരിക്കും? ആൻസർ എന്താണ്? ആക്സിലറേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ആക്സിലറേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത്? റീറ്റാർഡേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീറ്റാർഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഇപ്പം നോക്കിയേ, ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ടൈം ഗ്രാഫിന് പകരമായിട്ട് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണെന്ന് വെച്ചോ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം എപ്പോഴും എന്തായിരിക്കും? ഇവിടെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ബൈ ടൈം അല്ലേ. അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് നമ്മൾ പറയുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റി. അപ്പം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലാവുന്നോ? ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ സ്പീഡ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലോ നമുക്ക് വെലോസിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many valence electrons are there in an atom of phosphorus? ഫോസ്ഫറസിൻ്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 15 ആണ്. എത്രയാണ്? 15 ആണ് എന്തെന്ന് പറയുന്നത്? ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? കോൺഫിഗറേഷനിൽ 2, 8, 5 നോക്കിയേ, ടോട്ടൽ എത്രയായി? 15 ആയി. ഇതേ കണക്കാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് 2, 8, 5. അങ്ങനെയാണെങ്കിൽ ഈ വാലൻസ് ഇലക്ട്രോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് ഷെല്ല്. ഈ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ ഇലക്ട്രോൺസിനെയാണ്, ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫറസിലെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഡി ഓപ്ഷൻ, 5 ആണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഫോസ്ഫറസ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. അതുപോലെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റലാണ് ആരെന്ന് പറയുന്നത്? ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ ഫോസ്ഫറസ് എയറിൽ ഓപ്പൺ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഇതെന്ത് ചെയ്യും? ഇത് ഇഗ്നൈറ്റ് ചെയ്യും, പെട്ടെന്ന് കത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തിലാണ് പ്രൊട്ടക്റ്റ് ചെയ്ത്? കോൾഡ് വാട്ടറിലാണ് നമ്മൾ ഇവരെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ആരെ? ഫോസ്ഫറസിനെ. അതേപോലെ ഫോസ്ഫറസിന് ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ലാണുള്ളത്. അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഈ എലമെൻ്റ് രൂപത്തിലുള്ള ഈ ഫോസ്ഫറസ് പൊതുവേ 2 ഫോംസിൽ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് വൈറ്റ് ഫോസ്ഫറസ് ആയിട്ടും കാണാൻ പറ്റും, നമുക്ക് റെഡ് ഫോസ്ഫറസ് ആയിട്ടും കാണാൻ പറ്റും.
റെഡ് ഫോസ്ഫറസ് ആയിട്ട് കാണാൻ പറ്റും. ഈ വൈറ്റ് ഫോസ്ഫറസ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറിൽ ലൈറ്റിൽ കത്തും. ഗ്രീൻ കളറിൽ ആ ഒരു ഇഗ്നൈറ്റ് ചെയ്യുമ്പം അതിന് കത്തുന്ന ആ കളർ എന്തായിരിക്കും? ഗ്രീൻ കളറായിരിക്കും. അതുപോലെ റെഡ് ഫോസ്ഫറസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്, സേഫ്റ്റി മാച്ചസിൽ. മാച്ചസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ മാച്ച് ബോക്സ്, തീപ്പെട്ടി, ഈ തീപ്പെട്ടീൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ തീപ്പെട്ടി, മീൻസ് മാച്ച് സ്റ്റിക്ക് അല്ല, മാച്ച് ബോക്സ്. മാച്ച് ബോക്സിൻ്റെ ആ സൈഡിൽ കാണപ്പെടുന്നത് എന്താണ്? ഈ റെഡ് ഫോസ്ഫറസ് ആണ്. സേഫ്റ്റി മാച്ചസിൽ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റെഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 15 ആണ്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 5 ആണ്. ഓക്കെ ആണോ? അതുപോലെ ഫോസ്ഫറസ് ഒരു നോൺ മെറ്റൽ ആണ്, അത് ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോൾഡ് വാട്ടറിലാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അതേപോലെ ഇതിന് ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ലാണുള്ളത്. ഇനി ഫോസ്ഫറസ് 2 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ഫോസ്ഫറസ് ആയിട്ടും റെഡ് ഫോസ്ഫറസ് ആയിട്ടും. വൈറ്റ് ഫോസ്ഫറസ് എയറിൻ്റെ കോണ്ടാക്റ്റിൽ നിന്ന് കത്തുവാണെങ്കിൽ ഒരു ഗ്രീൻ കളറിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരാളാണ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് മെയിൻ ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, സേഫ്റ്റി മാച്ചസിലൊക്കെ സൈഡിലുണ്ടല്ലോ, സൈഡിൽ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? റെഡ് ഫോസ്ഫറസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ? ഹ്യൂമൻ ബ്രെയിൻ്റെ വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. 120 to 140 ഗ്രാം, 500 to 600, 1200 to 1400, 1800 to 2000 ഗ്രാം. ഏതാണ്? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? നോക്കിയേ, ഹ്യൂമൻ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് എത്രയാണ് വരുന്നത്? നോക്കിയേ, 1200 മുതൽ 1400 ഗ്രാം വരെ വെയിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ടോട്ടൽ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വെയിറ്റിൻ്റെ ഏകദേശം 2% ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു കറക്റ്റ് വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1200 മുതൽ 1400 ഗ്രാം ആണ്. ഇനി നമ്മുടെ ടോട്ടൽ വെയിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2%ഓളം വെയിറ്റ് വരുന്നുണ്ട് ആര്? ഹ്യൂമൻ ബ്രെയിൻ. ഇനി ഹ്യൂമൻ ബ്രെയിൻ പറയുമ്പോൾ നമ്മൾ എല്ലാവരും കുഞ്ഞിലേ മുതൽ പഠിക്കുന്നതാണ് ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ, പാർട്സ് ഏതൊക്കെയാണ്? സെറിബ്രം ഉണ്ട്, പിന്നെ ഏതാണ്? സെറിബെല്ലം, പിന്നെ ആരാണ്? മെഡുല്ല, ഒബ്ലോങ്കേറ്റ. ഇതേപോലെ 3 പാർട്സ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ഹ്യൂമൻ ബ്രെയിനുള്ളത്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബ്രമാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. 2 ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഹെമിസ്ഫിയറിനെയും കൂടെ കണക്റ്റ് ചെയ്യുന്ന ടിഷ്യൂനെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്രെയിനിൻ്റെ സെറിബ്രം പാർട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഹെമിസ്ഫിയർ ആയിട്ടുണ്ട്. അതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ചേർത്ത് വെക്കുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ കോർപ്പസ് കലോസോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ബ്രെയിനിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? സെറിബ്രമാണ്. ഇനി സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? നമുക്ക് ഈ പഠിക്കാൻ പറ്റുന്നതും എല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നതും നമ്മുടെ ഇൻ്റലിജൻസും എല്ലാം അതിനെല്ലാം സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ് സഹായിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ, സെറിബെല്ലം കൊണ്ടിട്ട് എന്താണ്? സെറിബ്രത്തിൻ്റെ അത്രയും സൈസ് ഇല്ല, പക്ഷേ എന്നാലും മെഡുല ഒബ്ലോങ്കേറ്റെ കാട്ടിയും കുറച്ചുകൂടെ സൈസ് ഉണ്ട് സെറിബെല്ലത്തിന്. അവൻ സെറിബെല്ലം എന്ന് പറയുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സെറിബെല്ലത്തിനെയാണ്. സെറിബെല്ലത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ബോഡീനെ ബാലൻസ് ആക്കി നിർത്തുക. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടിട്ടാണ്? സെറിബെല്ലം നമുക്ക് ഉണ്ടോണ്ടാണ്, സെറിബെല്ലത്തിന് കൺട്രോൾ ഉണ്ടോണ്ടാണ്. ഇനി ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുടെ കേസ്, ആദ്യം ഈ ആൽക്കഹോൾ ബ്രെയിനിൻ്റെ ഏത് പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? സെറിബെല്ലം എന്ന് പറയുന്ന പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം അപ്പോഴത്തേക്കും ആ ആളുടെ ഈ ആൽക്കഹോൾ ആൽക്കഹോൾ മീൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് സെറിബെല്ലത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടും.
അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ മീൻസ് സ്വിമ്മിങ്, അതേപോലെ എന്താണ് ഡാൻസിങ്, ഡ്രൈവിങ് നിങ്ങൾക്കറിയാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റ ടൈമിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് നമ്മൾ നോട്ട് ചെയ്യണം അല്ലേ. അപ്പം ഇതിനെല്ലാത്തിനും കറക്റ്റ് ആ ഒരു ആക്യുറസിയിൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സെറിബെല്ലം ആണ്. ഇനി മൂന്നാമത്തെ ആൾ മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് സൈസ് ബാക്കിയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ സൈസ് തീരെ കുറവാണ്. അതുപോലെ നമ്മുടെ മെയിൻലി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, നമ്മുടെ കൺട്രോളിലല്ലാത്ത നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. നമ്മളിപ്പോൾ അറിയാതെ തുമ്മുന്നത്, അതേപോലെ നമ്മൾ കഫ് ചുമയ്ക്കുന്നത്, വൊമിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ബ്രീത്തിങ്, അതേപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? മെഡുല്ല ഒബ്ലോങ്കേറ്റ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ബ്രെയിൻ്റെ ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ്റെ വെയിറ്റ് എത്രയാണ്? 1200 മുതൽ 1400 ഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വിറ്റാമിൻ ഈസ് ഓൾസോ നോൺ ആസ് ബ്യൂട്ടി വിറ്റാമിൻ? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതാണെന്നാണ്. ഇവരുടെയൊക്കെ സയൻറ്റിഫിക് നെയിം അറിയാവോ? മീൻസ് കെമിക്കൽ നെയിം. വിറ്റാമിൻ എയുടെ കെമിക്കൽ നെയിം എന്താണ്? വിറ്റാമിൻ എ റെറ്റിനോളാണ് എന്തെന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ ആണെങ്കിലോ? വിറ്റാമിൻ ഇ ആണെങ്കിൽ ടോക്കോഫെറോൾ. അതേപോലെ വിറ്റാമിൻ സി ആണെങ്കിലോ അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ കെ എന്താണ്? ഫില്ലോക്യൂനോൺ. അപ്പം ഇതാണ് ഇത്രയും ഈ 5 പേരുടെ എന്തെന്ന് പറയുന്നത് കെമിക്കൽ നെയിംസ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. ഇതിൽ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്യൂട്ടി വിറ്റാമിൻ ആരാണ്? ഓർത്തിരിക്കുക. വിറ്റാമിൻ കെ ഇ ആണ് എന്തെന്ന് പറയുന്നത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടും. അതേപോലെ റീപ്രൊഡക്റ്റീവ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടും. ഇനി ബ്യൂട്ടി വിറ്റാമിൻ എന്ന് പറയുമ്പം നമ്മുടെ സ്കിന്നും അതേപോലെ നമ്മുടെ ഹെയറൊക്കെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതേപോലെ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയും ആര് സഹായിക്കുന്നുണ്ട്? വിറ്റാമിൻ ഇ സഹായിക്കുന്നുണ്ട്. അതേപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് വെക്കാനും ആര് സഹായിക്കുന്നുണ്ട്? വിറ്റാമിൻ ഇ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് അറിയപ്പെടുന്നത്? റീപ്രൊഡക്റ്റീവ് വിറ്റാമിൻ എന്നും കൂടി അറിയപ്പെടുന്നത് വിറ്റാമിൻ എയിനെ. വിറ്റാമിൻ ഇനെ. ഓക്കെ ആണോ? അപ്പോൾ വിറ്റാമിൻ ഇനെയാണ് എന്ത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും അതേപോലെ റീപ്രൊഡക്റ്റീവ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനും ഹെയർ നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്നുണ്ട്. അതേപോലെ റീപ്രൊഡക്റ്റീവ് വിറ്റാമിൻ എന്നും പറയുന്നുണ്ട്. കാരണം എന്താണ്? റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ആക്റ്റീവാക്കി വെക്കുന്നു. ഓക്കെ ആണോ? വിറ്റാമിൻ എനെയാണ് നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടുണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പം എന്താണ്? ചെറിയൊരു ഇരുട്ട് വന്നാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങളൊന്നും നേരെ കാണാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? ആ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടാണ്. ഇനി വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടാണ് എന്ത്? സ്കർവി ഉണ്ടാവുന്നത്. എന്താണ്? നമ്മുടെ ആ ടീത്ത്, നമ്മുടെ ഇവിടെ വരുന്ന ഗമ്മുണ്ടല്ലോ, മോണ, അവിടെയൊക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം അത് ഓർത്തിരിക്കുക. വിറ്റാമിൻ സി അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് പീൽ ചെയ്തിട്ട് കഴുകാൻ നേരത്ത്, നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ നേരത്ത് എന്ത് സംഭവിക്കും? വിറ്റാമിൻ സി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ നേരത്തും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വിറ്റാമിൻ സി കുറയാനായിട്ട്, ആ ഒരു ഫുഡിൽ വിറ്റാമിൻ സി കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് ഓർത്തിരിക്കുക വിറ്റാമിൻ സിനെ പറ്റി. ഇനി വിറ്റാമിൻ കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിനാണ് ആരെന്ന് പറയുന്നത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The active site of protein formation.
പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നത് സെല്ലിൽ ഏത് ഓർഗനലിലാണ്? ലൈസോസോം, റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്. ഏതാണ്? ബി ഓപ്ഷനാണ്. ഓർത്തിരിക്കുക, ബി ഓപ്ഷനാണ്. റൈബോസോമാണ് എന്ത്? പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത്. പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? റൈബോസോം എന്ന് പറയുന്ന ഓർഗനലാണ്. ഇനി റൈബോസോം എന്ത് കൊണ്ടിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്? ഓർത്തിരിക്കുക, RNA വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? റൈബോസോം ഫോം ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മൾ ഓർഗനൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഓർഗനലും ആരാണ്? റൈബോസോം ആണെന്ന് ഓർത്തിരിക്കുക. ഇനി റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ആ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ലൈസോസോമിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലൈസോസോമിനെയാണ്. അതുപോലെ തന്നെ ആറ്റം ബോംബ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോം. അതേപോലെ ഇൻട്രാസെല്ലുലാർ ഡൈജഷന് സഹായിക്കുന്നതും ആരാണ്? ലൈസോസോം ആണെന്ന് ഓർത്തിരിക്കുക. കാരണം എന്താണ്? ലൈസോസോം പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു നമ്മുടെ ബോഡിക്ക് പറ്റാത്ത എന്തെങ്കിലും നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആര് സഹായിക്കും? ലൈസോസോം സഹായിക്കും. എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഡൈജസ്റ്റീവ് എൻസൈംസിനെ പുറത്തോട്ട് സെക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പുറത്തുള്ള സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇനി മൈറ്റോകോൺട്രിയനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മൈറ്റോകോൺട്രിയ. കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഗോൾഗി ബോഡിയാണ് എന്ത് ചെയ്യുന്നത്? ഗോൾഗി ബോഡിയിലോട്ടാണ് റൈബോസോമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം എത്തുന്നത്. ആ എത്തുന്ന പ്രോട്ടീനെയും ലിപ്പിഡ്സിനെയൊക്കെ കറക്റ്റ് രീതിയിൽ പാക്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? പാക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ഓർഡറിനാക്കി ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഗോൾഗി ബോഡീസ് ആണ്. അതുപോലെ ഗോൾഗി ബോഡീനെ ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോൾഗി ബോഡീനെയാണ്. കാരണം എത്ര പ്രോട്ടീൻ പുറത്ത് പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഗോൾഗി ബോഡിയാണ്. അപ്പം പ്രോട്ടീൻ ഫോർമേഷൻ്റെ മെയിൻ സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? റൈബോസോം ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The force of attraction between the particles of matter is maximum in alcohol, water, copper rod, air. ഈ 4 ഓപ്ഷനിൽ ആരുടെ കേസിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത്? ആരുടെ കേസിലാണ്? എപ്പോഴും ഓർത്തിരിക്കുക, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എപ്പോഴും കൂടുതൽ എങ്ങനെയായിരിക്കും? സോളിഡിലായിരിക്കും കുറച്ചുകൂടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ. ഗ്യാസിനെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡ്സിനായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കാരണം മോളിക്യൂൾസ് കുറച്ചുകൂടെ അടുത്തടുത്തുള്ളത് ഏതിലാണ്? സോളിഡ്. കുറച്ചുകൂടെ ദൂരെയുള്ളത് ലിക്വിഡ്. ഗ്യാസിൻ്റെ കേസിൽ വീണ്ടും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മോളിക്യൂൾസ് തമ്മിൽ. അപ്പോഴെപ്പോഴും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആരുടെ കേസിലായിരിക്കും കൂടുതൽ? സോളിഡിൻ്റെ കേസിലായിരിക്കും. ബാക്കി ആരെ കമ്പയർ ചെയ്താൽ ഇത് നോക്കി, ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് സോളിഡായിട്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരാൾ ആരാണ്? കോപ്പർ റോഡാണ്. അപ്പോൾ ആൻസർ എന്താണ്? കോപ്പർ റോഡാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mass of an object is 100 kilo. What will be its weight on the earth? വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഫോഴ്സ് ആണ്, താഴോട്ടുള്ള ഫോഴ്സ് ആണ്. mg എന്ന് നമുക്ക് പറയാം. മാസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 100 ആണ്. അതുപോലെ g എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ഇത് കിലോഗ്രാം വരും. ഇതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 980 എന്ന് വരും. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. 980 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ആൻസർ എന്താണ്? ഡി ഓപ്ഷനാണ്. 980 ന്യൂട്ടൺ ആണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ യൂണിവേഴ്സൽ നാച്ചുറൽ ഓക്സിൻ ഓഫ് പ്ലാന്റ് ഈസ് NaA, IAA, സിട്രിക് ഓക്സിൻ, അതോ IBA? ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നാച്ചുറൽ ഓക്സിൻ?
ഓക്സിൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് ഹോർമോണാണ്. പ്ലാന്റിൽ പൊതുവേ 5 ഹോർമോൺസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ, പിന്നെ ആരാണ്? എത്തിലീൻ, അബ്സിസിക് ആസിഡ്. ഈ 5 പേരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇവർ 3 പേരും എന്താണ്? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഏതെന്ന് പറയുന്നത്? ഓക്സിനും ഗിബർലിനും സൈറ്റോകൈനിനും. അതേപോലെ എത്തിലീനും അബ്സിസിക് ആസിഡും എന്താണ്? ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഗ്രോത്തിനെ തടയുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? എത്തിലീനും അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൽ ഓക്സിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്സിന് നാച്ചുറലായിട്ടും കാണപ്പെടാറുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ലബോറട്ടറിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അങ്ങനെയുണ്ട്. അതിൽ നാച്ചുറലായിട്ട് കാണപ്പെടുന്നതാണ്, ഓക്സിൻ്റെ നാച്ചുറലായിട്ട് കാണപ്പെടുന്നതാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അസറ്റിക് ആസിഡ് IAA എന്ന് പറയാം. IAA. അപ്പോൾ ഓർത്തിരിക്കുക, ഈ IAA ആണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ ഓക്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ഈ NAA എന്ന് പറയുന്നത് എന്താണ്? നാഫ്തലീൻ അസറ്റിക് ആസിഡ് ആണ്. ഇതെന്താണ്? ഇത് ഓക്സിൻ തന്നെയാണ്. ഓക്സിൻ്റെ പക്ഷേ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാവുന്ന, സിന്തറ്റിക് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഓക്സിൻ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? പ്ലാന്റ് ഒന്ന് ഹൈറ്റ് വെക്കാനും ആ ഒരു എലോങ്ങേഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ആര് സഹായിക്കുന്നത്? ഓക്സിൻ സഹായിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഗിബർലിൻ മെയിൻലി എന്തിനാണ് സഹായിക്കുന്നത്? ഗിബർലിൻ മെയിൻലി സഹായിക്കുന്നത് സീഡിൻ്റെ ജെർമിനേഷനും അതുപോലെ ഫ്ലവറിങ്ങിനൊക്കെയാണ് ആര് സഹായിക്കുന്നത്? ഗിബർലിൻ സഹായിക്കുന്നത്. സൈറ്റോകൈനിൻ മെയിനായിട്ട് ഓർത്തിരിക്കുക സെൽ ഡിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകൈനിനാണ്. സൈറ്റോകൈനിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് റൂട്ടിൻ്റെയൊക്കെ ടിപ്പിലാണ്. അപ്പം അത് എന്താണ്? ഈ സൈലം ഉണ്ടല്ലോ, വാസ്കുലാർ ബണ്ടിൽ, അതുവഴി ഈ ഹോർമോൺസ് നമ്മുടെ പ്ലാന്റിൻ്റെ ബാക്കി പാർട്സിലൊക്കെ എത്തും. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? സെൽ ഡിവിഷൻ നടത്തും. എന്നിട്ട് പ്ലാന്റിന് ഹൈറ്റ് കൂടാനും പൊക്കം വയ്ക്കാനൊക്കെ ആര് സഹായിക്കും? ഈ സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കും. ഇനി 4ാമത്തെ ആൾ എത്തിലീൻ, 5ാമത്തെ ആൾ അബ്സിസിക് ആസിഡ്. എത്തിലീനാണ് ആകെക്കൂടി ഹോർമോൺസിൻ്റെ കേസിൽ ഗേഷ്യസ് ആയിട്ട് കാണപ്പെടുന്ന ഒരേ ഒരാൾ ആരാണ്? എത്തിലീനാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ റൈപ്പനിങ് ഹോർമോൺ എന്നറിയപ്പെടുന്നതും ആരാണ്? അത് എത്തിലീനാണ്. കാരണം നമ്മൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഈ എത്തിലീനാണ്. അപ്പോൾ എത്തിലീനായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അതേപോലെ നമ്മുടെ ഈ ഇലയൊക്കെ ഉണ്ടല്ലോ, ഇല പെട്ടെന്ന് പഴുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇല കളർ മാറി യെല്ലോ കളറാവുന്നത്, അതിന് സഹായിക്കുന്നത് ആരാണ്? എത്തിലീനാണ്. അപ്പം ഫ്രൂട്ട്സ് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ടും ഇലയൊക്കെ പെട്ടെന്ന് കളർ മാറി യെല്ലോ ആവാം എന്ന് വെച്ചാൽ ഇല വയസ്സാവുന്നു, അതിന് വയസ്സാവുന്നതിന് നമ്മൾ സെനിസെൻസ് എന്നാണ് പറയുന്നത്. അപ്പം ലീവ്സിൻ്റെയൊക്കെ സെനിസെൻസിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? എത്തിലീനാണ്. അതിനെ റൈപ്പനിങ് ഹോർമോൺ എന്നും അറിയപ്പെടും. ഇനി അബ്സിസിക് ആസിഡ് എന്താണ്? ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഇവർ രണ്ടുപേരും ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. അബ്സിസിക് ആസിഡ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. അബ്സിസിക് ആസിഡിൻ്റെ മെയിൻലി എന്തിനാണ്? സീഡ് ഡോർമെൻസി എന്ന് പറഞ്ഞാൽ സീഡ് ഇപ്പോൾ എങ്ങനെയാണോ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അത് അതേ സ്റ്റേറ്റിൽ തന്നെ തുടരാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? അബ്സിസിക് ആസിഡാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീഡ് ജെർമിനേഷനെ സഹായിക്കുന്നത് ആരാണ്? ഗിബർലിൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിൻ ആൻസർ എന്താണ്? IAA ആണ്. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ്. ഇതിൽ NAA എന്ന് പറയുന്നത് നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് സിന്തറ്റിക് ആയിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിൻ ആണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 5 ഹോർമോൺസാണ് പ്ലാന്റ് ഹോർമോൺസ് അറിയപ്പെടുന്നത്. അപ്പം ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.